നിങ്ങാനും വരുവോടെ വിശക്കട് മനുഷ്യന്. ചേച്ചി പറഞ്ഞ കേട്ടാത്തൊന്നും അവൻ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലാണല്ലേ. എപ്പോഴെങ്കിലും വരും. അപ്പോൾ വരുമെന്ന് ആർക്കറിയാം. വരുമ്പോൾ എന്തായാലും തൂക്കും. പിന്നെ എനിക്ക് വിശക്കണില്ലേ? എന്നാ വരുമ്പോ നിങ്ങൾ വിളിക്ക്, ഞാൻ പോവാ. പറന്ന് സൈക്കിൾ ടീംസ് എത്തിയല്ലോ. ചേച്ചി ഇന്ന് അമ്മാരോടെ കളിക്കാൻ വിടണ്ട കേട്ടോ. ഇന്നലെ മുതലാളി പോയിട്ടേ ഞാൻ നോക്കുമ്പോ ലെവൻ കിച്ചു അവൻ കുഞ്ഞിക്കണ് പാറു ഓടി ഒന്ന് ചാവുട്ടി ഒരു ചാട്ടം. തെന്നിയെല്ലാം പോയാ പൊന്ന് ചേച്ചി. പിള്ളേരല്ലടാ, അവരെൻജോയ് ചെയ്യട്ടെ. നമുക്കോ പറ്റിയില്ല, നമ്മളൊക്കെ പെട്ടെന്ന് വലുതായി പോയല്ലേ. ചേച്ചിയെപ്പ വളർന്ന് വെക്കട്ടെ. അമ്മേ യവന്മാരാ എന്താ പരിപാടി? നല്ല കാറ്റില്ല, അപ്പൊ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാ. ഇവിടെ വന്ന കാറ്റ് കൊള്ളാൻ പറ്റും നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? അല്ല, നല്ല കാറ്റുള്ളാരം വന്ന് നിന്നതാ. അയ്യടാ, നമ്മളാരും കണ്ടില്ല ഏട്ടാ. അതെ അതെ. കിച്ചുമോനെ ചക്കരെ ഇങ്ങോട്ട് ഇറക്കല്ലേ നീ? ഓടിയാലോ? ഓടിയ ഞാൻ ഓടിച്ചിട്ട് തല്ലും. ആ കയ്യിലിരിക്കുന്ന സാധനം ഇങ്ങതാ. വേണോ? വേണം. എടാ പെട്ട്. ലവ് ലെറ്റർ. ഇതാർക്കുള്ളതാ? ചേച്ചിക്കുള്ളതാ? ചേച്ചിക്കല്ല. മുഖത്തടിച്ചോലെ പറഞ്ഞവൻ. ഓക്കെ, പിന്നെ ആർക്കാ? എടാ കിച്ചു പറയടാ. ചേട്ടാ, ഞാനിവിടെ കമ്പനിക്ക് വന്നതാ. ഇവനെനിക്ക് ഐഡിയ പറഞ്ഞതാ. എടാ, ഇത് ആർക്കാ എഴുതിയെന്ന് പറയടാ. അത് പാർക്കുട്ടിക്ക് എഴുതിയതാ. ഇവന് പറയുന്നത് ഭയങ്കര ഇഷ്ടോ. മലയാളത്തിൽ ലവ് ലെറ്റർ എഴുതി ഇവിടെ വെച്ചാ പാറു വായിക്കുന്നു നിന്റെ അടുത്ത് ആരാ പറഞ്ഞു? ഇവനാ പറഞ്ഞു. എടാ മണ്ടന്മാരെ, അവക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞുകൂടറാ. അതൊക്കെ പോട്ട് ഈ കത്താര എഴുത്തുന്ന എന്റെ ചേട്ടൻ 100 രൂപ മേടിച്ച് എത്ര കത്താണെങ്കിൽ എഴുതി തരും. ഈ കൊടുക്കാനുള്ള 100 രൂപ നിനക്കൊക്കെ എവിടെ കിട്ടിയത് പറഞ്ഞോലെ? അപ്പൂപ്പൻ പോക്കറ്റ് മണി വന്നത്. 100 രൂപ പോക്കറ്റ് മണിയാ? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ 2 രൂപ വരും. 1 രൂപ അങ്ങോട്ടും 1 രൂപ ഇങ്ങോട്ടും. 2 രൂപ? 2 രൂപ. എന്താ ചേച്ചി പ്രശ്നം? നിന്നെ കാണാൻ വേണ്ടി വന്നതാ. ഹായ് കിച്ചു. ഹായ് ഡുഡു. ഹായ്. എന്നാ ക്രഷ് വന്ന സ്ഥിതിക്ക് നേരിട്ട് തന്നെ കൊടുത്തോ. കടം മരിക്കുന്നു. വായിരി മക്കളെ. എന്ത് എഴുതിയിരിക്കുന്നേ? മലയാളോ? ചോദിച്ചു വെച്ചോ. കൂട്ടി വായിക്കാൻ പഠിക്കുമ്പോ നമുക്ക് വായിക്കാം.